ന്റെ മറവിലെ മനുഷ്യക്കടത്ത് കേസിൽ കൂടുതൽ കണ്ടെത്തലുകൾ നടത്തിയിരിക്കുകയാണ് പോലീസ്. ഇരകളുടെ ഫോട്ടോ ഇടപാടുകാർക്ക് അയച്ചു നൽകി ഡീൽ ഉറപ്പിക്കുന്നത് 25,000 രൂപയ്ക്കാണ്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ദൃശ്യങ്ങൾ ഒളിക്യാമറയിൽ പകർത്തി പിന്നീട് പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തുമെന്നും പോലീസ് പറയുന്നു. വിദേശത്തുള്ള പ്രതികളെ പിടികൂടാൻ പ്രത്യേക അന്വേഷണ സംഘം ഇന്റർപോളിന്റെ സഹായം തേടും. അതേസമയം പരാതിക്കാരിക്ക് പ്രതി അലീന അയച്ച ഭീഷണി സന്ദേശം പുറത്തുവന്നു. പോലീസിൽ പരാതിപ്പെട്ടാൽ വെറുതെ വിടില്ലെന്നാണ് ഭീഷണി. ഗുണ്ടയായ ആൺ സുഹൃത്തിന്റെ പേര് പറഞ്ഞാണ് ഭീഷണി എന്നാണ് നിഗമനം. ചേച്ചി കൂടെ നിന്നിട്ടുള്ള ഈ എന്ത് തേങ്ങയാവട്ടെ ഒരു കേസ് ഞാൻ ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പക്ഷെ നമുക്കോ എനിക്കോ ഇപ്പൊ ഇക്കാക്കായാലും എന്ത് പണി എന്തായാലും കള്ളത്തനവും ഉടായിപ്പൊക്കെ കാണിച്ചാലും തിരിച്ചു കൊടുക്കും. അത് ഞാൻ ചിലപ്പോൾ വിടുമായിരിക്കും, പക്ഷെ അയാള് അതൊന്ന് ആലോചിച്ച് വെച്ചേക്ക്. അതേസമയം പ്രതി അലീന പോലീസ് കസ്റ്റഡിയിലിരിക്കെ തന്നെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ പ്രൈവറ്റ് ആക്കിയിട്ടുണ്ട്. സഹിൻ ആന്റണി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സഹിൻ, ഗുഡ് മോർണിംഗ്. ഇപ്പം നമ്മൾ അറിഞ്ഞതിനേക്കാളും വലിയ വിഷയങ്ങൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു ഇതിനൊക്കെ. ഗുഡ് മോർണിംഗ് സഹിൻ. ഈ പറഞ്ഞതിൽ പോലെ ഇതിൽ ആളുകളെ കൊണ്ടുപോകുന്നു, കൊടുക്കുന്നു, പക്ഷേ ഇതൊക്കെ പ്രീ പ്ലാൻഡ് ആണ്. ഇവരെ ആദ്യമേ കാണിച്ച് അതിനുള്ള പൈസയൊക്കെ വാങ്ങുന്നു, പിന്നീട് ഇവരെ ഭീഷണിപ്പെടുത്തുന്നു, ഇവരെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു, ഇവരെ മനസമാധാനത്തോടെ ജീവിക്കാൻ വിടുന്നില്ല, തുടങ്ങി നിരവധി കാര്യങ്ങൾ പുറത്തു വരുന്നത്. എന്തൊക്കെയാണ് ഈ പോലീസ് കണ്ടെത്തൽ? എങ്ങനെയാണ് സഹിൻ? സേതു, കേട്ടതല്ല കേൾക്കാനിരിക്കുന്നതാണ് ഈ കേസിൽ ഇനിയുള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് ഓരോ നിമിഷവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി സ്ത്രീകൾ ഇത്തരത്തിൽ സംസ്ഥാനത്താകമാനം ചൂഷണത്തിന് വിധേയമായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും സ്ത്രീകളെ വിസിറ്റിംഗ് വിസയിലാണ് വിദേശത്തേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. 55 ദിവസം കഴിയുമ്പോൾ സ്ത്രീകളെ തിരികെ നാട്ടിലേക്ക് അയക്കും. ഇതിനിടയിലാണ് സ്ത്രീകളെ കൊണ്ടുപോകുന്നതിന് മുൻപ് ഇവരുടെ ഫോട്ടോ കാണിച്ച് ഡീൽ ഉറപ്പിക്കും ആളുകളുമായി. അങ്ങനെ ഒരു തവണ ഒരു സ്ത്രീയെ ചൂഷണം ചെയ്യുന്നതിന് 25,000 രൂപയായിരുന്നു ഇടനിലക്കാർക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. ഇതിൽ മുഖ്യപ്രതിയായിട്ടുള്ള സിന്ധുവിൻ്റെ ഏജന്റാണ് അലീന. മാത്രമല്ല, അലീന പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാകട്ടെ കൊച്ചിയിലെ ചില ഗുണ്ടകളുടെ നേതൃത്വത്തിൽ, ആലുവ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഗുണ്ടകളുടെ നേതൃത്വത്തിലാണ് അലീന പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇതിൽ തന്നെ നമുക്ക് അറിയാം, അലീനയ്ക്കെതിരെ പരാതി കൊടുത്ത സ്ത്രീ അവരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി കോടതിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴാണ് ചിരിച്ചുകൊണ്ട് അലീന ഒരു സന്ദേശം അയക്കുന്നത്, ഭീഷണി സന്ദേശം അയക്കുന്നത്. ഇത് ഇത്തരത്തിൽ തനിക്കെതിരെ പരാതി പറഞ്ഞാൽ താൻ വിശ്വസിക്കുന്ന ഒരാൾ, അയാൾ പണി തരും എന്ന് തന്നെയാണ് പറയുന്നത്. അതൊരു ഗുണ്ടാ നേതാവിനെ ഉദ്ദേശിച്ചാണ്. ആലുവയിലുള്ള ഗുണ്ടാ നേതാവ് അലീനയുടെ ഭർത്താവ് ആണ്, അല്ലെങ്കിൽ ആൺ സുഹൃത്താണ് എന്നെല്ലാം വിശേഷിപ്പിക്കുന്ന ഒരു ഗുണ്ടാ നേതാവ്. ഇയാളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പോലീസിൻ്റെ അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഈ പരാതിക്കാരികളെ എങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന രീതി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പല സ്ത്രീകളും പരാതി കൊടുക്കാത്തതും അതുകൊണ്ടാണ്. ഇവർക്ക് ഈ ഭീഷണിയിൽ പല സ്ത്രീകളും ഭയന്നു പോയിരിക്കുന്നു എന്ന് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ 2 പരാതികൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കൂടുതൽ പരാതികൾ ലഭിക്കുമെന്ന തന്നെയാണ് അന്വേഷണ സംഘത്തിൻ്റെ നിഗമനം. ആ രീതിയിലാണ് അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, അലീനയെ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഈ കേസന്വേഷണം എത്തുന്നു. പ്രതികളായിക്കൊള്ളട്ടെ, ഇരകളായിക്കൊള്ളട്ടെ, കൂടുതൽ പേരിലേക്ക് ഈ കേസന്വേഷണം എത്തുന്നു എന്നുള്ളതാണ്. ഇതിലെ മുഖ്യപ്രതി സിന്ധുവിനെ ഇന്ന് വൈകുന്നേരത്തോടെ കൊച്ചിയിലെത്തിക്കും. അതിനുശേഷം ഇവരെ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ ഇവരുടെ ഇടപെടലുകളെക്കുറിച്ച് കാര്യങ്ങൾ വ്യക്തമാകുകയുള്ളൂ. എന്തായാലും അലീനയെയും മറ്റൊരു പെൺകുട്ടിയെയും ഇന്നലെ തന്നെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. അവരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അവരെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കങ്ങളും പോലീസ് ആരംഭിക്കും. സേതു.